നർത്തകിയും നടിയുമായ സാനിയ സിനിമയിലും മോഡലിംഗിലും സജീവമാണ്. ഡിജോ ജോസെ ആന്റണി സംവിധാനം ചെയ്ത ക്യൂ എന്ന ചിത്രത്തിലൂടെ നായികയായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് സാനിയ. പിന്നീട് പ്രേതം 2, ലൂസിഫർ, 18-ാം പടി, ഇരികപ്പെട്രു തുടങ്ങിയ നിരവധി സിനിമകളിലൂടെ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത്. മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന എമ്പുരാനിലും സാനിയ വേഷമിടുന്നുണ്ട്. ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സാനിയ. വരതിക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. തന്നെ താനാക്കിയ ഡാൻസിനെ കുറിച്ചും സാനിയ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. 3 വർഷം മുമ്പ് നടപ്പിലാക്കിയ മികച്ചൊരു തീരുമാനമുണ്ട്. ബർത്ത്ഡേക്കും ന്യൂ ഇയറിനും വർക്ക് എടുക്കില്ല. നമ്മുടെ കുടുംബത്തിനൊപ്പവും സുഹൃത്തുക്കളുടെ കൂടെയും ആഘോഷിക്കാനുള്ള സമയമാണത്. കെനിയയിലെ സോളോ ട്രിപ്പിനെയാണ് 21-ാം ജന്മദിനം ആഘോഷിച്ചത്. രാത്രി കേക്ക് മുറിക്കുമ്പോൾ കരഞ്ഞുപോയി. കൂട്ടുകാരും കൂടെയില്ലല്ലോ എന്നാണ് സാനിയ പറയുന്നത്. ടാറ്റുവിനോടുള്ള പ്രിയത്തെക്കുറിച്ചും സാനിയ സംസാരിക്കുന്നുണ്ട്. എന്റെ ഒരു ജന്മദിനത്തിന് ആഘോഷമൊക്കെ കഴിഞ്ഞ് പിരിയുന്നതിന് തൊട്ടു മുൻപാണ് ടാറ്റു ചെയ്താലോ എന്ന ഐഡിയ പിന്നിയത്. കേട്ടപ്പോൾ എല്ലാവർക്കും സമ്മതം. ബീച്ചും ചന്ദ്രനുമാണ് അന്ന് എല്ലാവരും ഒരുപോലെ ചെയ്ത ടാറ്റു. 8 ടാറ്റു ഉണ്ട് ദേഹത്ത്. എല്ലാത്തിനും പിന്നിൽ ഇങ്ങനെ ഓരോ കഥകളും. ചില ടാറ്റു ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞ് മായ്ക്കണമെന്നും തോന്നാറുണ്ടെന്നും സാനിയ പറയുന്നു. യാത്രാപ്രേമിയാണ് സാനിയ. താരത്തിന്റെ യാത്രകളിൽ നിന്നുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട്. അച്ഛന്റെ കഴിഞ്ഞ ജന്മദിനം ഞങ്ങൾ ആഘോഷിച്ചത് മലേഷ്യയിലെ മുരുകൻ ക്ഷേത്രത്തിലാണ്. 70 വയസ്സുള്ള അമ്മൂമ്മ സൗമിനിയാണ് കൂട്ടത്തിലെ ഹീറോ. ഇന്ത്യയിലെ അമ്മൂമ്മ കാണാത്ത അമ്പലങ്ങളില്ല. കേദാർനാഥും ബദ്രിനാഥും മണാലിയുമൊക്കെ കറങ്ങിയിട്ടുണ്ട്. തായ്ലാന്റിലേക്കും മലേഷ്യയിലുമൊക്കെ അമ്മൂമ്മ ഞങ്ങൾക്കൊപ്പം ട്രിപ്പ് വന്നുവെന്നും സാനിയ പറയുന്നു. നൃത്തം തനിക്ക് തെറാപ്പിയാണെന്നാണ് സാനിയ പറയുന്നത്. ഞാനും ചേച്ചിയും ഒന്നിച്ചാണ് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയത്. പിന്നീട് ചേച്ചി പഠനത്തിൽ ശ്രദ്ധയൂന്നി. സൈക്കോളജിയിൽ ബിരുദം കഴിഞ്ഞ ചേച്ചി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. പക്ഷേ എന്റെ തെറാപ്പി നൃത്തമാണ്. സ്ട്രെസ് തോന്നിയാലുടൻ സ്പീക്കറിൽ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യും. അപ്പോൾ സംഘർഷങ്ങളെല്ലാം അലിഞ്ഞില്ലാതാകും. ജീവിതത്തിൽ അത്ര പ്രധാനമാണ് നൃത്തം. ഡാൻസ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരവും ചെറുതല്ല എന്നാണ് സാനിയ പറയുന്നത്.